വി ഡി സതീശൻ ഭീഷണിപ്പെടുത്തുവാണല്ലോ CPM-നെയും BJP-യും. വേണ്ടി വന്നാൽ എൻ്റെ വീടിന് മുന്നിലേക്ക് BJP-ക്കാർ കൊണ്ടുവന്ന കാളയെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. CPM-ഉം അങ്ങനെ സൂഹിക്കേണ്ട, പണി വരുന്നുണ്ട് അവറാച്ച എന്നാണ് പറയുന്നത്. എന്താണ്? മാത്രമല്ല സതീശൻ്റെ ശരീരഭാഷ കണ്ടോ? പഴയ സുരേഷ് ഗോപി സിനിമയിലെ പോലെ വിരൽ ചൂണ്ടി വിരൽ വിറപ്പിച്ച് വല്ലാത്ത ഭാവത്തിലാണ്. ഞാനത് കണ്ടു. എനിക്ക് വളരെ സങ്കടം തോന്നി. സങ്കടം? അതായത് VD സതീശൻ അടുത്ത കാലത്ത് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് പറഞ്ഞത്. എന്ത്? VD സതീശൻ കാളയെ തിരിച്ചു കൊണ്ടുപോകണ്ട, അത് BJP-യുടെ ആഫീസിൻ്റെ മുറ്റത്ത് കെട്ടിയിട്ടോ, ആവശ്യം വരും. ആ കാളയെ എനിക്ക് ആവശ്യം വരും. അതുമായിട്ട് ഞാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് യാത്ര നടത്തും. ഇതാണ് VD സതീശൻ്റെ പേടിപ്പിക്കൽ. ഇത് പറഞ്ഞതോടെ ഇതിൻ്റെ ആ സസ്പെൻസ് പോയില്ലേ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ആകെ ചെയ്യാൻ പോകുന്നത് എന്താ? ഒരു പെണ്ണ് കേസ് ഉണ്ടാക്കി കൊണ്ടുവരിക, എന്നിട്ട് അതിനെ മുഖം മറച്ച് TV-ക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്യും. അപ്പം ഇതിപ്പോൾ കേട്ടപാടെ ആളുകൾക്ക് ഒരു കാര്യം തീർച്ചയായി, എന്തോ പരിപാടി പുറകിൽ ഒപ്പിക്കുന്നുണ്ട്. പെണ്ണ് കേസാണ്. അപ്പോൾ ഈ കേസ് വന്നു കഴിയുമ്പോൾ ഇതാണ് VD സതീശൻ പറഞ്ഞ് വന്നിരിക്കുന്ന പെങ്കൊച്ച് ഓർഗനൈസ്ഡ് ആണ് എന്ന് VD സതീശൻ തന്നെ ജനങ്ങളുടെ മുമ്പിൽ സമ്മതിച്ചിരിക്കുന്നു. ഇതുപോലെ CPM-നെതിരെയും ഏതെങ്കിലും ഒരു പെണ്ണിനെ രംഗത്തിറക്കും. അത് ചാറ്റാവാം, വീഡിയോ ആവാം. ഇന്നത്തെ കാലത്ത് എന്താ ചെയ്തുകൂടാതെ? അതാണ് ഇതിന് ഈ ആക്ച്വൽ കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ AI ഒക്കെ വന്നില്ല. അതുകൊണ്ട് അത് ഞാനല്ല, അതെന്തോ എൻ്റെ ഫോട്ടോ വെച്ച് ഉണ്ടാക്കിയതാണ്. ഡീപ്പ് ഫേക്കോ എന്തോ കുന്തോ ഒക്കെ ഉണ്ടല്ലോ. അല്ല, ഡീപ്പ് ഫേക്ക് ആണെങ്കിൽ നിങ്ങളത് ഫൈറ്റ് ചെയ്യണ്ടേ? ഞാനെങ്ങനെ ഫൈറ്റ് ചെയ്യും? എനിക്ക് ഡീപ്പ് ഫേക്കും കൊണ്ട് ലാബിൽ പോകാനോ? ഇത് ബോംബെയിലോ എങ്ങാണ്ട് കൊണ്ടുപോയാലേ ഇത് ഡീപ്പ് ഫേക്ക് പോകണം. ഇതിനൊക്കെ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി കഴിയും. ആളുകൾക്ക് രക്ഷപ്പെടാൻ വളരെ എളുപ്പം സാധിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് മാറി ടെക്നോളജി. ആളുകളെ കുരുക്കാൻ ആയിട്ട് ഇത് ഉപയോഗിക്കാം. കുരുക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ട് ഇത് ഞാനല്ല, എനിക്കറിഞ്ഞൂടാ. നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ ശരീരവും മുഖവും ഒക്കെ ആണല്ലോ അതിൽ കാണുന്നത്. അതെ, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം കഴിയും. ഇപ്പം ഇത് മുന്നറിയിപ്പും കൂടെ കൊടുത്തതോടെ സതീശനാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിയായി. ഇനിയിപ്പോൾ CPM-നെതിരെ എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ MV ഗോവിന്ദൻ പറയും, ഇതന്ന് സതീശൻ പറഞ്ഞു, അത് തന്നെ മനസ്സിലായി റെഡിയാക്കി കൊണ്ടുവന്നതാണ്, ഇത്രേ ഉള്ളോ, ഇത് ഞെട്ടിയില്ലല്ലോ സതീശ എന്ന് പറയും. അപഹാസ്യനായി പോകും സതീശൻ കാണിച്ചത് വലിയ മണ്ടത്തരമാണ്. ഇത് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചാനലിലോ അല്ലെങ്കിൽ എല്ലാ ചാനലിലും ഒരുപോലെയോ ഒക്കെ വരത്തക്ക രീതിയിൽ ഓർഗനൈസ് ചെയ്യുക, എന്നിട്ട് ചാനലുകാർ കണ്ടെത്തി കൊടുക്കുന്നു. അല്ലെങ്കിൽ അഗ്രീവഡായ സ്ത്രീ രണ്ടും കൽപ്പിച്ച് രംഗത്ത് വരുന്നു, മുറിവേറ്റ സിംഹിണി ആയിട്ട് രംഗത്ത് വരും. ഇങ്ങനെയൊക്കെ വേണ്ട ഇത് സെറ്റ് ചെയ്യാൻ. ഇത് വലിയ രാഷ്ട്രീയ ബോധമൊന്നും ഇല്ലാത്ത എനിക്കറിയാമെങ്കിൽ സതീശൻ ഇത് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ. വലിയ മണ്ടത്തിലാണ് സതീശൻ കാണിച്ചത്. സതീശൻ ഭയങ്കര ആത്മരോഷത്തിലാണ്. ഇങ്ങനെ ക്ഷുഭിതനായി സതീശനെ മുമ്പ് കണ്ടിട്ടില്ല. എന്തായിരിക്കും സതീശൻ്റെ കോപത്തിന് കാരണം? അല്ല, സതീശൻ്റെ വലം കൈയായിട്ട് പുള്ളി സപ്പോർട്ടേഴ്സായിട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമം. അത് അവരോടല്ലേ കാണിക്കേണ്ടത്, നാട്ടുകാരനാണോ? അല്ല, അത് ഫ്രസ്ട്രേറ്റഡ് ആയി കഴിയുമ്പോൾ എല്ലാവരോടും ദേഷ്യം വരുമല്ലോ. നമ്മൾ പോസ്റ്റ്മാനോട് വരെ ദേഷ്യപ്പെടും. ഭാര്യയുമായിട്ട് വഴക്കിട്ട് നിൽക്കുമ്പോഴാണ് ഇയാൾ രജിസ്റ്റർ കൊണ്ടുപോകൂ, തൻ്റെ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അയാളുടെ നിരക്ക് തട്ടിക്കയറും. ഇങ്ങനെ തട്ടിക്കയറുന്നതാണ് പ്രശ്നം, പാർട്ടിക്കുള്ളിലെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ വലുതാക്കി ഈ ചെറുക്കനെ പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ല, സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതാരും ചെയ്യാത്തതൊന്നും അല്ലല്ലോ. ഇപ്പം മറ്റാരുടെയും ചാറ്റ് പുറത്ത് വന്നില്ല എന്നല്ലേ ഉള്ളൂ. ഇത് പുറത്ത് വന്നു, അത് പുറത്ത് വന്നില്ല, അതും അകത്തിരിപ്പുണ്ട്. അകത്തെ ആൾക്കാർക്ക് ഇതെല്ലാം അറിയാം, അവരുടെ കയ്യിൽ ഇതിൻ്റെ കോപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സതീശൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഫോട്ടോ പുറത്ത് വിടാൻ പോയി കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കയ്യിൽ 36 ഫോട്ടോ വേറെ ഉണ്ടാകും ഇവരുടെ. പുള്ളി മര്യാദക്കാരനും സംസ്കാര സമ്പന്നമായതുകൊണ്ട് അതൊന്നും പുറത്ത് ചുമ്മാ അവിടെ മാറ്റി വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് നിർത്തിയിരിക്കുന്നതായിരിക്കും. അങ്ങേരും തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ കിട്ടും, കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ടുപോയി കൊടുക്കുമല്ലോ. ഇതാണ് സ്ഥിതി. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് സതീശൻ്റെ ദേഷ്യം. ബട്ട് ഈ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി.
ഈ കേരളം ഞെട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരളം ഞെട്ടില്ല. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കണ്ട് ആരെങ്കിലും ഞെട്ടുന്നത് കണ്ടിട്ടുണ്ടോ? കാരണം അതറിയാം വെടിക്കെട്ടാണ്. അതറിയാം, വെടിക്കെട്ടാണ്, ഗർഭം കലക്കി അമിട്ടാണ് പൊട്ടാൻ പോകുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ വെൽ പ്രിപ്പയർഡായിട്ട് നിൽക്കും. അതല്ലാത്തവർ ചെവിയിൽ വിരലിട്ട് ശബ്ദമൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. ആരും ഞെട്ടുമൊന്നുമില്ല. ഓർക്കാപ്പുറത്ത് പടക്കം പൊട്ടുമ്പോഴാണ് ആൾക്കാർ ഞെട്ടുന്നത്. അത് ചെറിയ പടക്കം മതി, അതിൽ ഞെട്ടിക്കോളും. പക്ഷേ ഈ ഓർക്കാപ്പുറം എന്ന് പറയുന്ന ആ പുറം സതീശൻ്റെ ഇന്നത്തെ പ്രസ്താവനയോടെ ഇല്ലാതെയായി. ഇനിയിപ്പോൾ എവരിബഡി വിൽ ബി പ്രിപ്പയർഡ്. കൗണ്ടർ പ്രിപ്പയർ ചെയ്യും, എപ്പോഴാണ് ഇങ്ങനെ ചെയ്ത് നോക്കും, ചാനലുകളൊക്കെ വിളിച്ച് ഏർപ്പാട് ചെയ്യും. എല്ലാ പാർട്ടിക്കാർക്കുള്ള ചാരന്മാർ ചാനലിലുണ്ട്. അതെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളോടൊന്ന് പറയണം കേട്ടോ. അത് പറയാൻ ചേട്ടാ, എല്ലാം എന്ത് പടക്കമാണ് ഞങ്ങൾ പൊട്ടിക്കാൻ പോകുന്നത്? ഓ, പഴയ സാധനം തന്നെ, അതൊന്ന് മാറ്റി ശബ്ദമൊക്കെ ഒന്ന് മാറ്റി ഞങ്ങൾ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഞങ്ങൾ വേറെ ശബ്ദത്തിൽ കേൾപ്പിക്കുന്നു. അതോടെ പിന്നെ കഴിഞ്ഞാൽ ആർക്ക് എന്ത് വേണേലും പറയാം. അല്ല, സതീശനൊരു മന്ത്രിക്ക് ടോങ്ങി വെച്ചിട്ടുണ്ട്. IAS കാരിയെ പീഡിപ്പിച്ച IAS കാരിയെ അത് ഏതാ മന്ത്രി? എനിക്കറിയില്ല. പണ്ടാണെങ്കിൽ നീലന്റെ അത് IAS അല്ല, IFS ആയിരുന്നു. അല്ല, അത് IAS ആണ്. നളിനെറ്റോ? നളിനെറ്റ്. അത് കൂടാതെ പിന്നെ ഒരു IFS കാരിയും വന്നിരുന്നു, ഒരു ഫോറസ്റ്റ് ശരി, ആ ലെവലിലാണ്. അതെ, IFS. എന്ത് വാങ്ങിക്കോട്ടെ, അത് പഴയ കഥ. ഇതൊന്നും ആയിരിക്കില്ല. ഇതിപ്പോൾ മന്ത്രിസഭയിലുള്ള ആളാണെന്നാണ് പറഞ്ഞത്. മന്ത്രിസഭയിലുള്ള മന്ത്രി ഇപ്പോഴും ഇരിക്കുന്നു എന്ന് പറയും. അപ്പം വടി ഓങ്ങി ആദ്യത്തെ അടി CPM ആവണമെന്നില്ല, BJPക്കും ആകും. കാരണം BJPയുടെ കാളയെ കെട്ടിയിട്ടിരിക്കുകയല്ലേ. അതിനു വേണ്ട ആദ്യം നോക്കാൻ മിണ്ടാപ്രാണിയെ. അല്ല, അപ്പോൾ അതിനെ എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ച് വിടാമല്ലോ. സതീശൻ വിചാരിച്ചാൽ ഈ കാളെ കഴിച്ച് മാരാർജി ഭവനിൽ കെട്ടാൻ പറ്റുമോ? അതൊക്കെ സാങ്കല്പിക ചോദ്യമാണ്. ബട്ട് ഒരു കാര്യം, സതീശൻ ഈ പൊട്ടിക്കാൻ വെച്ച പടക്കത്തിൽ വെള്ളമൊഴിക്കുന്ന പ്രസ്താവനയാണ് ഇന്ന് നടത്തിയത്. കേരളം ഞെട്ടും, CPM ഞെട്ടും, BJP ഞെട്ടും, അയാൾ ഞെട്ടും, ഇയാൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞ് ഞെട്ടാനുള്ള ആൾക്കാരെ എല്ലാം തയ്യാറാക്കിയിരുത്തി. ഇനിയിപ്പോൾ അവർ ഞെട്ടില്ല. ഇനി അവരടുത്തുള്ള കമ്പിലോ പത്തലിലോ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കും, ഞെട്ടാതിരിക്കാൻ. സതീശനും ഇത് അറിയത്തില്ല, നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ ആവേശത്തിൽ പറഞ്ഞു പോകുന്നതാണ്. പുള്ളി ഇത് പറയാനായിട്ട് പത്രക്കാരുടെ മുമ്പിൽ നിന്നതല്ല, പറഞ്ഞിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ചാടിപ്പോയി. ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായിരുന്നു, വേണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും വിളിച്ച് കാണുമ്പോൾ ചേട്ടൻ എന്ത് പരിപാടി ചെയ്തു? ഞങ്ങളിത് ഓർക്കാപ്പുറത്ത് പൊട്ടിക്കാൻ വെച്ച പടക്കം ചേട്ടൻ അതിൽ വെള്ളം ഒഴിച്ചല്ലോ. ഇനിയിപ്പോൾ വെള്ളം വീണതാണെങ്കിലും നനഞ്ഞ പടക്കാണെങ്കിലും കത്തിച്ചു നോക്കല്ലേ? കത്തിച്ചു നോക്ക്, പൊട്ടുന്നെങ്കിൽ പൊട്ടട്ടെ. പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാകുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ഏക മാർഗം പെണ്ണുകേസാണ്. അതും കൂടിയാണ്, അത് മാത്രമൊന്നുമല്ല, അതും കൂടിയാണ്. അതാണ് വളരെ എളുപ്പം. ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു. ഇങ്ങനെ നോക്കൂ, കേരളത്തിൽ ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എപ്പോഴും ഓരോ സ്ത്രീ വരുന്നുണ്ടായിരുന്നു. അല്ല, അത് ഈ മനുഷ്യ സ്വഭാവമാണല്ലോ അത്. കേരളത്തിൽ മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ മാറ്റിക്കുന്നത് എങ്ങനെയാണ്? സ്ത്രീകളെ വെച്ചിട്ടാണ്. അതെ, ഇപ്പോൾ ട്രംപിനെതിരെ എപ്സ്റ്റീൻ ഫയൽസ്, എന്താണത്? മൈനർ പെൺകുട്ടികളെ ഉപയോഗിച്ചു എന്നുള്ള പ്രശ്നമാണ്. അത് ലോകമെമ്പാടും ആളുകൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയം ഇതാണ്. എല്ലാവരും ശ്രദ്ധിക്കും. ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്ന മാന്യന്മാരും ഒന്നിങ്ങനെ ഇടം കണ്ടിട്ട് നോക്കും, വായിക്കും, കാണും. അപ്പോൾ അത് ചെയ്യുന്നൊരു സബ്ജക്റ്റാണിത്. ഇറ്റ്സ് എറ്റേണലി അട്രാക്റ്റീവ് സബ്ജക്റ്റ്. ദെയർഫോർ പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു പൊളിറ്റിക്കൽ പോരാട്ടമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും ഇത്തരം അശ്ലീലകരമായ മാർഗത്തിലൂടെ മന്ത്രിമാരെയൊക്കെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ല, അത് വളരെ കെയർഫുള്ളായിട്ട് അവർ പെരുമാറുന്നതുകൊണ്ടാണ്. അവിടെയും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വൻ കോലാഹലമാകും. അതുകൊണ്ട് എക്സ്ട്രീംലി കെയർഫുള്ളായിട്ടാണ് എല്ലാ രാഷ്ട്രീയക്കാരും പെരുമാറുന്നത്. അതല്ലാതെ പെരുമാറിയിട്ടുള്ളവനെല്ലാം പെട്ടുപോയിട്ടുണ്ട്, തെറിച്ചു പോകും. ദേശീയ രാഷ്ട്രീയത്തിലും ഈ സാധനം, സ്ത്രീ എന്ന ആയുധം എല്ലാവരും പ്രയോഗിക്കാൻ കാത്തിരിക്കുകയാണ്. ഓരോരുത്തർ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും മുട്ടുകയോ തട്ടുകയോ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ വീഡിയോ കിട്ടുന്നുണ്ട്. ഇങ്ങനെ സ്ത്രീ ഒരു ആയുധം കൂടിയാണല്ലേ? സ്ത്രീ ഒരു ആയുധം കൂടിയാണ്, വലിയ ആയുധം, ചരിത്രത്തിലെ വലിയ ആയുധമാണ്. ഈ രാമരാവണ യുദ്ധത്തിൻ്റെ ബേസ് എന്താണ്? സ്ത്രീയാണ്. മഹാഭാരത യുദ്ധത്തിൻ്റെ ബേസ് എന്താണ്? സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീ എക്കാലത്തും അവളെ ചൊല്ലി നടന്ന കലഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. യവനകഥ അല്ലേ? എല്ലാത്തിൻ്റെയും അടിയിൽ ത്രെഡായിട്ട് സ്ത്രീയും അവളുടെ പെരുമാറ്റവും അവളെ ചൊല്ലിയുള്ള
കലഹങ്ങളും ഒക്കെ. അതാണ് കുഞ്ചൻ നമ്പ്യാർ കലഹം കനകം മൂലം കാമിനി മൂലം എന്ന് പറയാൻ കാരണം. അപ്പം അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഹിസ്റ്റോറിക്കലി ഇറ്റ് ഈസ് സോ. അപ്പോൾ സ്ത്രീ ഒരു അമൂല്യ വസ്തുവാണ്. വസ്തു എന്നൊക്കെ ശരിയാണ്, പ്രശ്നം. സ്ത്രീ വിരുദ്ധം അല്ല, അങ്ങനെ നിഷ്കളങ്കമായി ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയല്ല, നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നവരും ഒക്കെയാണ്. അല്ല, ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പറയാൻ പേടിക്കണം. അതെ അതെ അതെ. പറയാതിരുന്നാലും ചിലപ്പോൾ കുഴപ്പമുണ്ടാകും. കാരണന്മാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. കണ്ടതും കേട്ടതും മിണ്ടരുത് ഇക്കാലം, മിണ്ടാതിരുന്നാലും ഉണ്ടാവും അനർത്ഥം. മിണ്ടാതിരുന്നെന്ന് വെച്ചോ, അപ്പോഴും ചിലപ്പോൾ അനർത്ഥം ഉണ്ടാകും. മിണ്ടിയില്ല എന്നുള്ളത്. മിണ്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ്. കണ്ടതോ കേട്ടതോ ആയ കാര്യം പറയരുത്. പറയാതിരുന്നാലും ചിലപ്പോൾ നിങ്ങൾ കുഴപ്പത്തിലായി എന്ന് വരും. ആ അവസ്ഥയാണ്. അപ്പോൾ തൽക്കാലം ആ കാള പറവൂർ നിൽക്കട്ടെ. എവിടെയാന്ന് വെച്ചാൽ നിൽക്കട്ടെ, നമ്മളില്ല. പടക്കം പൊട്ടുമ്പോൾ ഞെട്ടാതിരിക്കാനുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ ടി വിയിൽ പടക്കം പൊട്ടുന്നതേ VD സതീശൻ ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്ന് പത്രസമ്മേളനം നടത്തുന്നു പറഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ, യൂട്യൂബിൽ കാണാം എന്ന് പറഞ്ഞാൽ നമുക്ക് കാരണം ഇത് വരുന്നു നമുക്കറിയാം. അറിഞ്ഞു കഴിഞ്ഞു. ഇനി എപ്പോൾ വന്നു വരുന്നു, ഡേറ്റ് ഇപ്പോൾ വരുന്നു, ആളാരാണെന്നുള്ള അറിഞ്ഞാൽ മാത്രം മതി. ആളിനെ അറിയാനും പറ്റില്ല. മുഖം മൂടിയിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ കുറച്ചു കാലം ഈ കുട്ടികളോട് പത്രം വായിക്കണ്ട, ചാനൽ കാണണ്ട എന്ന് പറയാൻ വേണ്ടി വീട്ടുകാരും തയ്യാറാവുക. കാണണ്ടെന്ന് പറയണ്ട. കാണണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മുമ്പിൽ നിന്ന് മാറില്ല. എപ്പോഴാണ് വരുന്നത്? ഒന്നും മിണ്ടായിരുന്നാൽ മതി. അവർ കണ്ടാ കണ്ടു, കണ്ടില്ലേ കണ്ടില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ പിള്ളേരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. അതിൽ യൂട്യൂബിൽ അവരെടുത്ത് കാണും, സംഭവം വരും. പിന്നെ ഏതായാലും കാള ഒരു പ്രശ്നമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.